മത്തായി സുവിശേഷം 8:17 അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന്. ആമേൻ. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്ന്. ഐസയാ 53:5 പ്രവചന വാക്കുകളിൻ ആവർത്തനമാണ് ഈ വചനം. The Bible says Jesus Christ bore our sickness. He bore our sickness. வேதம் சொல்லுகிறது அவர் நம்முடைய நோய்களை சுமந்தார். ഏത് വ്യാധിയായാലും നമ്മുടെ പരമ അപ്പൻ ക്രിസ്തു നമ്മെല്ലാവരുടെ വ്യാധിയെയും അവൻ ചുമന്ന്. He bore our sickness. 2 കൊരിന്ത്യർ 5:21, 1 യോഹന്നാൻ 3:5, എബ്രായർ 4:15 ഈ 3 വചനവും ഒറ്റ വചനത്തിലാക്കി ഐസ്യ 53:6 നമ്മുടെ എല്ലാ അക്രമവും അവൻ ഒറ്റയ്ക്ക് ചുമന്ന്. ആമേൻ. പിതാവാം ദൈവം, മഹാപരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം സർവ മനുഷ്യരും കാണിച്ചു കൂട്ടിയ സർവ അക്രമവും ഐസ്യ 53:6 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ ഒറ്റ ക്രിസ്തു, ഒറ്റ മനുഷ്യനിൽ അവൻ്റെ തോൾമേൽ നമ്മുടെ അക്രമം പിതാവാം ദൈവം ചുമത്തി. പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ ക്രിസ്തു. ഹല്ലേലൂയ. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, അവൻ്റെ തോൾമേൽ നമ്മുടെ സർവ പാപവും പിതാവാം ദൈവം ചുമത്തി. ഇവിടെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിൽ തന്നത് നമ്മുടെ എല്ലാ രോഗവും, ക്യാൻസറോ, ബ്ലഡ് ക്യാൻസറോ, ഹാർട്ട് അറ്റാക്കോ, ഏത് രോഗമായാലും ചുമന്ന് തീർത്ത ഒരുവൻ നമുക്കുണ്ട്. He bore our sickness. നമ്മുടെ രോഗം അവൻ ചുമന്ന്. കഴിഞ്ഞ 2.5 ആണ്ട് കാലം ഡബിൾ മാസ്ക്, ക്വാറന്റൈൻ, 2 മീറ്ററെങ്കിലും അകലം, PPE കിറ്റ്, ഒരു മനുഷ്യൻ്റെ നിഴൽ തൊടുവാൻ പോലും വേറൊരു മനുഷ്യൻ ഭയപ്പെട്ട കാലം. ഈ പശ്ചാത്തലത്തിൽ നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു തച്ചൻ്റെ മകനായി ഇസ്രായേൽ രാജ്യത്തിൽ നന്മ ചെയ്യുന്നവനായി സഞ്ചരിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 14:14 the Bible says when Jesus Christ saw a sick woman, Bible says in first Jesus was moved with compassion and then healed all. മത്തായി 14:14 നമ്മെ പഠിപ്പിക്കുന്ന
ഒരു രോഗിയെ യേശു കണ്ടാൽ ആദ്യം ആ രോഗിയോട് യേശു മനസ്സലിഞ്ഞ് പിന്നെ അവരിൽ രോഗികളെ അവൻ സൗഖ്യമാക്കി. അവൻ്റെ അടുത്ത് വന്ന ഒരു രോഗി പോലും രോഗത്തോട് മടങ്ങിപ്പോയ ചരിത്രമേ ഇല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യാധികളെ ചുമന്ന യേശു. 3 യോഹന്നാൻ 1:2 യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ ഒരു വരി നമ്മുടെ വാഗ്ദത്ത വചനമായി എഴുതുന്നു. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സർവത്തിലും സുഖമായിരിക്കണം. ആമേൻ. You should be healthy. Your body should be healthy. Your life should be healthy. Just like your spirit is healthy in prosper. നിന്റെ ആത്മാവ് പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോൽ നീ സർവത്തിലും നീയും നിന്റെ ജീവിതവും നിന്റെ ശരീരവും സുഖമായിരിക്കണം. You should be healthy. You should not be a sick man. You should not be a cancerous woman. You should be healthy. നീ സുഖമായി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിലാണ് ദൈവത്തിന് സന്തോഷം. പിന്നെ എന്തുകൊണ്ട് രോഗം, എന്തുകൊണ്ട് വ്യാധി? വീണു പോയ ഈ ഭൂമിയുടെ അനന്തര ഫലം, അധപ്പതനത്തിൻ്റെ റിസൾട്ട്. അക്രമം കാണിച്ചു മനുഷ്യൻ, അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്ത് നീതിമാനായ ദൈവം ശപിച്ചു, ഭൂമിയെ ശപിച്ചു. അതിൻ്റെ ഫലം രോഗം. ഐസയ്യ 59:2, എസെക്കിയേൽ പ്രവചനം 18:4, 18-20 വചനങ്ങളിൽ, റോമർക്ക് എഴുതിയ ലേഖനം 7:11, സദൃശവാക്യം 5:22, ജെറേമിയ 5:25, ഉൽപ്പത്തി 4:7, പുറപ്പാട് പുസ്തകം 20:5 ചെയ്ത പാപം ദൈവവുമായി ശത്രുത കൊണ്ടുവരും. God becomes your enemy. ദൈവം നാം ചെയ്ത അക്രമം മുഖാന്തരം നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സ്വന്തം പിതാ, നമ്മുടെ ശത്രുവായി തീർന്ന്. ഐസയ്യ 59:2 പ്രകാരം, എസെക്കിയേൽ 18:4-20 വചനങ്ങൾ പ്രകാരം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പാപം ചെയ്യുന്ന മനുഷ്യന്റെ ദേഹി ചാകും. റോമർ 7:11 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചെയ്ത പാപം നിന്നെ ചതിക്കും, ചെയ്ത പാപം നിന്നെ കൊല്ലും. നീയും നിന്റെ തലമുറയും 4 തലമുറകൾ നന്മ കാണത്തില്ല. പാപം ചെയ്തവൻ്റെ 4 തലമുറ. പുറപ്പാട് 20:5, ജെറേമിയ 5:25 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 4:7 പ്രകാരം 4 തലമുറകൾ ദൈവം നന്മയ്ക്ക് തടസ്സമുണ്ടാക്കും. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ പാപം, അക്രമം തരുന്ന സമ്മാനം, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന രോഗം. രോഗം, എല്ലാ രോഗങ്ങളും പാപം കൊണ്ടല്ല, പക്ഷെ പാപം ചെയ്യുന്ന പാപം രോഗം കൊണ്ടുവരും. ഒന്നാമത് മീഖ പ്രവചനം 6:13 ശ്രദ്ധിപ്പിൻ. മീഖ പ്രവചനം 6:13, ആകയാൽ
ദൈവം അരുളി ചെയ്യുന്നു, ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. ഇംഗ്ലീഷ് വെർഷൻ അല്പം മനോഹരമാണ്. ഇംഗ്ലീഷ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നത്, therefore also will I make you sick, I will make you sick because of your sin. I will make you sick because of your sin. നിന്റെ പാപം നിമിത്തം ദൈവം അരുളി ചെയ്യുന്നു, നിന്നെ ദണ്ഡിപ്പിച്ച് ഞാൻ നിന്നെ രോഗിയാക്കും. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വചനം എന്താണ് രോഗം? മീഖ പ്രവചനം 6:13 നാം ഇപ്പോൾ ധ്യാനിച്ചത്. പാപമുഖാന്തരം, അക്രമമുഖാന്തരം, അന്യായ മുഖാന്തരം, നീ ചെയ്തു കൂട്ടിയ പാപമുഖാന്തരം നീ രോഗിയായി തീരും. ആ രോഗത്തിൻ്റെ കാഠിന്യം അടുത്ത വചനത്തിൽ പ്രവാചകൻ എഴുതുന്നു. മീഖ 6:14 നീ ഭക്ഷിക്കും, തൃപ്തി വരത്തില്ല. ആമേൻ. അതാണ് രോഗം. ഇന്ന് ഭൂതലത്തെ സർവ മനുഷ്യരെയും പിടിച്ച് അലച്ച് തകർക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പ്രമേഹം, ഹാർട്ട് അറ്റാക്ക് അല്ല കാഠിന്യമുള്ളത്, ക്യാൻസറല്ല കാഠിന്യമുള്ളത്, ലങ് ക്യാൻസറല്ല കാഠിന്യമുള്ളത്, ഷുഗർ രോഗം. നീ എത്ര തിന്നാലും, മീഖ പ്രവാചകൻ എഴുതുന്ന 6:14 വചനത്തിൽ, നീ എത്ര തിന്നാലും നിനക്ക് തൃപ്തി കാണുകയില്ല. നീ എത്ര ഭക്ഷിച്ചാലും നിന്റെ വിശപ്പ് അടങ്ങുകയേയില്ല. മീഖ 6:14. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ജാമട്രി ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പെൻസിൽ ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടിഫൻ ബോക്സ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇതിനോടൊപ്പം കൊണ്ടുപോകുന്നത് ഇൻസുലിൻ ബോക്സ്. ഇൻസുലിൻ ബോക്സ് നാം അന്ത്യത്തോട് അടുത്തിരിക്കുന്നു. എത്ര തിന്നാലും തൃപ്തി വരികയില്ല. രോഗം മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം. ഈ വ്യാധിക്ക് കാരണം മീഖ പ്രവാചകൻ എഴുതുന്നു, നിന്റെ അക്രമം, നിന്റെ അന്യായം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ അനേക രോഗികൾ, മുടന്തർ, കുരുടർ, കുഷ്ഠരോഗികൾ, നടക്കാൻ കഴിയാത്തവർ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു ഭയങ്കര വചനം അവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ, God saw one single man. ജെറുസലേമിൽ ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത് കപ്പർനഹൂമിൽ ഇരുന്ന യേശു ഇവിടെ ഒരുവൻ 38 ആണ്ടുകളായി എനിക്ക് ഇന്ന് സൗഖ്യം കിട്ടുമോ? When angel all the way from heaven comes down and distills the water, I may be healed even today. ദൂതൻ വന്ന് വെള്ളത്തെ കലക്കുമ്പോൾ ഞാൻ ചാടും, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് കരഞ്ഞ് കരഞ്ഞ് 4 പതിറ്റാണ്ടുകൾ സഹായിക്കുവാൻ ആരുമില്ലാതെ കിടന്ന് നിലവിളിക്കുന്ന ഒരുത്തന് യേശു കണ്ട്. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 5:6. ജീസസ് saw him. സഹോദരി, സഹോദര, നിന്റെ കഷ്ടത, നിന്റെ കണ്ണുനീർ, നീ ചുമന്നു കൊണ്ടുവന്ന രോഗം
നിന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, നിന്റെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും അറിഞ്ഞുകൂടാ. നിന്നെ കാണുന്ന കണ്ണുകൾ സ്വർഗത്തിലുണ്ട്. നിന്നെ കാണുന്ന ഒരുവൻ ഉണ്ട്. പുറപ്പാട് പുസ്തകം 3:7 430 ആണ്ടുകൾ തൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ഈ ദൈവം കണ്ട്. പുറപ്പാട് 3:7 മരുഭൂമിയിൽ തൻ്റെ സന്താനം ഇസ്മവേൽ, ഹാഗർ, ഉൽപ്പത്തി പുസ്തകം 16:13 കുറുങ്കാട്ടിൽ ഇട്ടുകൊണ്ട് അവൻ്റെ മരണം കാണാൻ എനിക്ക് കഴിയരുതേ എന്നുള്ള നിലവിളിയോട് ആ ദൈവത്തെ ഞാൻ ഇന്ന് കാണുന്നു. അവളെ കണ്ട കർത്താവ് 430 ആണ്ടുകാലം ഈജിപ്തിൻ്റെ അടിമ ചങ്ങലയിൽ നിലവിളിച്ച തൻ്റെ ജനത്തെ കണ്ട കർത്താവിൻ്റെ കണ്ണുകൾ, ഏകദേശം 4 പതിറ്റാണ്ട് സൗഖ്യത്തിനായി കാത്തുകിടന്ന ഈ മുടന്തന് കണ്ട കർത്താവിൻ്റെ കണ്ണുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 7:55 യേശു എന്നുള്ള നാമം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം മതഭ്രാന്തന്മാർ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസ വീരൻ ദൈവകൃപയിൽ, ബലത്തിൽ, പരിജ്ഞാനത്തിൽ, പരിശുദ്ധാത്മാവിൽ, വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന് സ്റ്റീഫാനോസിനെ കല്ലെടുത്തെറിയുമ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്തിൽ ഇരുന്ന യേശു ഇവൻ്റെ അവസ്ഥ കണ്ട് യേശു എഴുന്നേറ്റ് എന്ന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. സ്റ്റീഫാനോസിനെ കണ്ടവൻ, ഹാഗറുടെ കണ്ണുനീർ കണ്ടവൻ, 6 ലക്ഷം ഇസ്രായേൽ പുരുഷന്മാരുടെ കഷ്ടത കണ്ടവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 21:30 സുവിശേഷം അറിയിച്ച പൗലോസിന് പള്ളിക്കകത്ത്, ആലയത്തിനകത്തിട്ട് ഇழுത്ത് മുൻവാതിൽ തുറന്ന് പുറത്താക്കി നന്നാ അടിച്ചു, പട്ടാളം ഇടപെടുന്നത് വരെ അടിച്ചു, ഉപദ്രവപ്പെടുത്തി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 23:11 സ്വർഗം തുറന്ന് കർത്താവിൻ്റെ അവൻ്റെ അടുക്കൽ ഇറങ്ങി. ഇത് അവൻ കണ്ട്, ദൈവം കണ്ട്. പൗലോസേ, ധൈര്യമായിരിക്കുക, ഞാനിത് കണ്ടിരിക്കുന്നു, ഞാനിത് കണ്ട്. നീ കഷ്ടത സഹിച്ചത് ഞാൻ കണ്ട്, സുവിശേഷത്തിന് വേണ്ടി നീ അടിപെട്ടത് ഞാൻ കണ്ട്. നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക. തെരുവിൽ കിടന്ന കുരുടൻ, അവൻ യേശുവിനെ കണ്ടില്ല, പക്ഷെ യേശു അവനെ കണ്ട്. ആമേൻ. He could not see Jesus, but Jesus saw him. അവനെ സൗഖ്യമാക്കി. യേശു കുരുടനെ കണ്ട് അവന് കാഴ്ച നൽകി. നാസറേത്ത് പള്ളിയിൽ എത്തിച്ചേർന്ന യേശു സബത്ത് നാളിൽ the church was overpacked. നമ്മുടെ കണ്ണുകൾ വണ്ണമും മുണ്ണമും കളറും പൊക്കമും ഉള്ള ആളുകളെ കാണും. യേശുവിൻ്റെ കണ്ണുകൾ കണ്ടതോ കൂനിയിരുന്ന സ്ത്രീ, കൂനിയിരുന്ന സ്ത്രീ, ജീസസ് സാഗർ. യേശു അവളെ കണ്ട്. അവൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.